ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ സോഫിയ എന്ന സ്ത്രീ മരിച്ചിരുന്നു. ഇടുക്കി പെരുവന്താനത്താണ് ആക്രമണം ഉണ്ടായത്. കൊല്ലപ്പെട്ട സോഫിയയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടക്കുക. സോഫിയയുടെ കുടുംബത്തിന് ഇന്നു തന്നെ ധനസഹായം നൽകുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. കാട്ടാന ഭീഷണിയിൽ കഴിയുന്ന 3 കുടുംബങ്ങളെ പ്രദേശത്തു നിന്ന് മാറ്റിപ്പാർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇവരുടെ ആവശ്യങ്ങൾ ഇവർ 3 വീടുകളാണ് ഉണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള കാര്യം നമ്മൾ മാറ്റിപ്പാർപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഇവർക്കുള്ള ധനസഹായമാണ്. അത് നാളെ അതിന് ലഭ്യമാവും. ധനസഹായം 10 ലക്ഷമാണ്. മൂന്നാമത്തെ കാര്യം ഇവർക്ക് ഉള്ള ജോലിയുടെ കാര്യമാണ്. അത് സർക്കാർ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ അതിലേക്കുള്ള റെക്കമെൻഡേഷൻ അയക്കും. നാലാമത്തെ കാര്യം ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിട്ടതിന്റെ കാരണത്തെ കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. സോ അതിന്റെ കാര്യത്തിലുള്ള നടപടിയും എടുക്കും. വിവരങ്ങളുമായി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. നല്ല വാർത്തയല്ല രാഹുലിന് പങ്കുവയ്ക്കാനുള്ളതെന്ന് അറിയാം, എന്നാലും ഗുഡ് മോർണിംഗ് പറയുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ആക്രമണത്തിന്റെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ സോഫിയയുടെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വിവരങ്ങൾ, സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും നടക്കുക? രാവിലെ 7 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം മുണ്ടക്കയത്തല്ല, കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ്. നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. അവിടെ നിന്നായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകുക. അതിനുശേഷം തിരികെ മുണ്ടക്കയത്തെ ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കുക എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. ഇന്നലെയാണ് കൊമ്പൻപാറ എന്ന പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ സോഫിയ എന്ന സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കുളിക്കാനായി ഒരു ഓലിയിൽ അടുത്ത് പോയതായിരുന്നു. അവിടെ വെച്ച് കാട്ടാനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമൊക്കെ ഇന്നലെ അരങ്ങേറി. അതിന് പിന്നാലെയാണ് നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുക്കുന്നതും അതുപോലെ തന്നെ സോഫിയയുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുന്നതും അതുപോലെ കാട്ടാന ശല്യം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു പദ്ധതി അടിയന്തരമായി നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കാട്ടാന ശല്യം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഇന്നലെ മൃതദേഹം രാത്രി 1 മണിയോടുകൂടി ഈ പ്രതിഷേധക്കാർ വിട്ടു നൽകുകയും ചെയ്തത്. എന്തായാലും ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വനം വകുപ്പ് ഓഫീസിലായിരിക്കും, കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടി തുടങ്ങിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി അല്പസമയത്തിനകം മൃതദേഹം കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുപോകും. രാഹുൽ, ഇന്നലെ രാത്രി നമ്മൾ ആ പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. അവർ പറയുന്നതിൽ രാഹുൽ, ഇന്നലെ ആ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അതിൽ കൂടുതലായി തന്നെയാണ് ഇവരുടെയൊക്കെ പ്രതിഷേധങ്ങൾ വരുന്നത്. നമുക്കറിയാമല്ലോ, ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ തവണയും കാട്ടാനയുടെ ആക്രമണത്തിൽ മനുഷ്യർ മരിക്കുന്നു, അവരുടെ ജീവൻ എടുക്കുന്നതോടെ പ്രതിഷേധങ്ങൾ അങ്ങനെ കൂടുന്നു. പക്ഷേ ഇതിൻ്റെ വലിയ സങ്കടകരമായൊരു കാര്യം, കുറച്ച് ദിവസങ്ങൾക്കകം അപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവരുടെ ഈ ഒരു കാട്ടാന ശല്യം, കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം തടയുന്നതിന് ശാശ്വതമായ പരിഹാരം കിട്ടുന്നില്ല, ഉണ്ടാകുന്നില്ല. ഇടവേളകളിൽ, വളരെ തുടർച്ചയായ ഇടവേളകളിൽ ഈ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി തന്നെയാണ് ഇന്നലെ വലിയ പ്രതിഷേധം. അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണം എന്നുള്ള അവരുടെ ആവശ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്നും ആ രീതിയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുമോ? പ്രതിഷേധം സ്വാഭാവികമാണ്. പ്രതിഷേധത്തിനുള്ള സാധ്യത ഇന്നും കാണുന്നുണ്ട്. കാരണം ഈ TR&D എസ്റ്റേറ്റിൽ കാട്ടാന ശല്യം കഴിഞ്ഞ 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ ഈ നാട്ടുകാരുടെ പ്രതിഷേധവും ഉള്ളതാണ്. വനംവകുപ്പിന് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ വനംവകുപ്പ് അതിന് കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. മുണ്ടമ്പതാരിയിൽ RRT തുടങ്ങിയെങ്കിലും അവരുടെ സേവനം കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പലതവണ വനംവകുപ്പ് മന്ത്രിയെ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടും നാട്ടുകാർക്ക് ഒരു പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉണ്ടായില്ല. ഇതൊരു റീപ്ലാന്റേഷൻ നടത്താത്ത ഒരു എസ്റ്റേറ്റ് ആണ്, റബ്ബർ തോട്ടമാണ്. അവിടെ വലിയ തരത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ തോട്ടമുടമ ഈ പ്ലാന്റേഷൻ ഉപേക്ഷിച്ച ഒരു മട്ടാണ്. അതുകൊണ്ട് തന്നെ കാട് പിടിച്ച് കിടക്കുന്നു. അത് വൃത്തിയാക്കാത്തത് കൊണ്ടും കാട് വെട്ടിത്തെളിക്കാത്തത് കൊണ്ടും ആനകൾ വരുന്നത് സ്വാഭാവികമെന്നാണ് വനം വകുപ്പ് പറയുന്ന അതിലൊരു വിശദീകരണം. പക്ഷേ അത് ആളുകളെ അത് ബാധിക്കുന്നതല്ല. ജനവാസ മേഖലയാണ്, ആ എസ്റ്റേറ്റ് ആണ്.
അവിടെ എത്തുന്ന വന്യമൃഗങ്ങളെ തടയാനുള്ള ഉത്തരവാദിത്തം വനം വകുപ്പിനുണ്ട്. അതൊന്നും നടപ്പാക്കാതെ വരുമ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതെങ്കിലും പ്രത്യേക സംഘടനകൾ നിലവിൽ ഈ പ്രതിഷേധങ്ങളൊന്നും ആഹ്വാനം ചെയ്തിട്ടില്ല. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാത്രമായിരിക്കും പ്രതിഷേധം എന്നുള്ളൊരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രതിഷേധം കൂടിയായി മാറാനുള്ള സാഹചര്യം മുണ്ടക്കയത്ത് കാണുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ പ്രദേശത്തുള്ള മറ്റു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അതിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? നിലവിൽ ആ കുടുംബം അവിടെ തന്നെ തുടരുകയാണോ? 3 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിക്കാനുള്ളത്. ഇപ്പൊ ഇന്നലെ കാട്ടാന ആക്രമണം ഉണ്ടായ സ്ഥലത്ത് 3 വീടുകളുണ്ട്. അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒറ്റപ്പെട്ട വിജനമായ പ്രദേശം. നമ്മൾ ഇന്നലെ അവിടെ എത്താൻ തന്നെ ഒരുപാട് പാടുപെട്ടു. നമ്മൾ ജീപ്പിൽ ഓഫ് റോഡ് യാത്രയൊക്കെ ചെയ്തതിനു ശേഷമാണ് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയത്. പ്രധാന റൂട്ടിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ ദൂരെയാണ്. അവിടേക്ക് ഒറ്റപ്പെട്ട ഈ 3 കുടുംബങ്ങൾ മാത്രം. ഈ 3 കുടുംബത്തിലെ ആളുകൾ ഇതിലെ നടന്നു പോകുമ്പോൾ തന്നെ അവരുടെ ജീവന് വലിയ തരത്തിലുള്ള ഭീഷണിയും പ്രശ്നവും ഈ വന്യമൃഗങ്ങൾ ഉയർത്തിയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ അടിയന്തരമായിട്ട് മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് കളക്ടർ വ്യക്തമാക്കുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ തിരുവനന്തപുരം പാലോട് ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു വനത്തിനുള്ളിൽ. അതും കാട്ടാന ആക്രമണത്തിലാണ് ആൾ കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാലേ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് വടക്കൻ അതിർത്തിയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് സ്ഥിരം വന്നുകൊണ്ടിരുന്ന വാർത്ത, അതുപോലെ മലപ്പുറത്തും ഇത് ഉണ്ടാകുമായിരുന്നു, പാലക്കാടും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ വരുന്നു. അപ്പോൾ ഈ 3 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് ഏറ്റവും അടിയന്തരമായി തന്നെ നടപ്പാക്കുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ, ആ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം വീണ്ടും ചേരുകയും ചെയ്യും.